ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു കുടുംബം നന്നാക്കാനും പറ്റും, ഒരു കുടുംബം നശിപ്പിക്കാനും പറ്റും, ഒരു സമൂഹത്തെ നന്നാക്കാനും പറ്റും, ഒരു സമൂഹത്തിന് മോശമായിട്ട് പറയിപ്പിക്കാനും പറ്റും അല്ലേ? ഇന്ന് പല ജീവിതങ്ങളും പല കുടുംബങ്ങളും തകരുന്നത് എങ്ങനെയാണ്? ചില സ്ത്രീകളാണ്. അതുകൊണ്ടാണ് വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി വച്ചേക്കുന്നത്: ഉത്തമയായ ഭാര്യ അല്ല ചിട്ടയുള്ള ഭാര്യ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ആ ഭർത്താവിന് നല്ല ജീവിതം കിട്ടും. ഉത്തമയായ ഭാര്യ ഉത്തമയായിരിക്കണം. പിന്നീട് വേദഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയാണ്, വേശ്യയ്ക്ക് ഒരപ്പക്കഷ്ണം മതി, അവൾ ഏത് വേലിക്ക് ചുവട്ടിലിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പറയാം, വേലി ഇല്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്ത്രീ ഒരിക്കലും നേരെ ചൊവ്വേ ജീവിക്കില്ല. കാരണം അവർക്ക് എവിടെയെങ്കിലും പോയിരുന്നാൽ മതി, അവർക്ക് അപ്പക്കഷ്ണം കിട്ടിയാൽ മതി, അല്ല അവർക്ക് പണം കിട്ടിയാൽ മതി, അല്ല അവർക്ക് മറ്റുള്ളത് കിട്ടിയാൽ മതി. അപ്പം ദീർഘവീക്ഷണം ഇല്ലാത്ത, ആത്മാഭിമാനമില്ലാത്ത, അന്തസ്സില്ലാത്ത, അഭിമാനമില്ലാത്ത സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകളാണ് കുടുംബത്തിന് ശാപം, ഭർത്താവിന് ശാപം, ഭർത്താവിൻ്റെ അസ്ഥിക്ക് തളർച്ച, മാതാപിതാക്കൾക്ക് തകർച്ച. ഇങ്ങനെയുള്ള സ്ത്രീകൾ എവിടെയും പച്ച പിടിക്കാതെ, പാരമ്പര്യമായിരിക്കാം, ചിലപ്പോൾ പാരമ്പര്യത്തിൽ നിന്ന് വന്ന വീഴ്ച അല്ലായിരിക്കാം. അതുകൊണ്ടാണല്ലോ പറയുന്നത് ഉത്തമയായ സ്ത്രീ. അപ്പോൾ ഉത്തമയായ സ്ത്രീ എന്ന് പറയുന്നത് ആ ഭർത്താവിന് ആജീവനാന്തം സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും ആ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് ഉത്തമയായ ഭാര്യ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാര്യയെ കിട്ടുന്ന ഭർത്താവാണെങ്കിൽ അവൻ ദീർഘായുസ് തയ്ക്കും. അല്ലാത്ത ഭാര്യ ആ ഭർത്താവിൻ്റെ നാശത്തിനും ആ ഭർത്താവിൻ്റെ നിന്ദയ്ക്കും എല്ലാം കാരണമാണ്. അപ്പോൾ ഉത്തമയായ ഭാര്യയെക്കുറിച്ച് പറയണം. ചിട്ടയായ ഭാര്യ, നല്ല ഭാര്യ, അങ്ങനെയുള്ള ഒരു ഭാര്യ ഏത് അവസ്ഥയിലും ആ ഭർത്താവിനോട് ചേർന്ന് നിൽക്കും. അല്ലാത്ത സ്ത്രീകൾ മുഴുവനും നശിപ്പിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഉത്തമയായ ജീവിത പങ്കാളിയെ കിട്ടുന്നതാണ് ഒരു മനുഷ്യൻ്റെ അനുഗ്രഹം. എല്ലാവർക്കും കിട്ടിയെന്ന് വരികയല്ല. ചിട്ടയുള്ള ഭാര്യ, നല്ല അഭിമാനം, ആത്മാഭിമാനം, അന്തസ്സുള്ള സ്ത്രീകൾ സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞ് നാട് നീളെ നടക്കില്ല. അവരേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭർത്താവിനോട് ചേർന്ന് നിൽക്കും. അതാണ് ഉത്തമയായ ഭാര്യ, ചിട്ടയുള്ള ഭാര്യ എന്ന് പറയുന്നത്. അത് ആർക്ക് കിട്ടും? അങ്ങനെയുള്ളവൻ ഭാഗ്യവാൻ. ഇന്ന് പല കുടുംബങ്ങളും നശിപ്പിക്കുന്ന ആരാ? ചില സ്ത്രീകളാണ്. ശരിയല്ലേ?